ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഫീച്ചേഴ്സ് ഓഫ് RTGS സിസ്റ്റത്തെ കുറിച്ചാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് അടുത്തോളം വരുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പ് നമ്മുടെ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് പേപ്പറാണിത്. ബാങ്ക് ആൻഡ് ഇൻഷുറൻസിൻ്റെ മോഡ്യൂൾ 2 ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ പാർട്ട് 7 വരെ ഇട്ടിരുന്നു. ഇപ്പോൾ ഇത് പാർട്ട് 8 കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാനുണ്ടാവും. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുമ്പം അത് അടയാളപ്പെടുത്തി അത് പഠിക്കുക. മാർക്ക് ചെയ്യാതെ പോകുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാതെ ഏതൊരു ഹെഡിങ് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഓൺ വേർഡ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതായിരിക്കും. കാരണം അത്ര നമുക്ക് മനസ്സിലായി നമ്മൾ വായിച്ചിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് എഴുതിയാൽ മതിയായിരിക്കും. ഇനി അഥവാ ഞാൻ തന്ന പോയിന്റ്സിന് കൂടുതൽ നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കൂടെ പോകണം. കാരണം ഈ വീഡിയോ മാത്രം കാണുമല്ല, നിങ്ങൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ആ ടെസ്റ്റും കൂടി ഒന്ന് വായിച്ചാൽ മാത്രമാണ് നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഗ്രാപ്സ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് RTGSലേക്ക് പോവാം. അപ്പോൾ ഇതിന് RTGS എന്താണ്, ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മിക്കതും. അപ്പോൾ അത് നോക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, അണ്ടർ RTGS ഇന്റർ-ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഓൺ എ റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിസ്. RTGS വഴിയിലെ ഇന്റർ-ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ടേക്ക് ചെയ്യുന്നതിൽ എടുക്കുന്നത് എങ്ങനെയാണ് വെച്ചത് റിയൽ ടൈമിലെയും അതുപോലെ തന്നെ ഗ്രോസ് ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RTGS സിസ്റ്റം ഈസ് മെയിൻ ഫോർ ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻ. ലാർജ് വാല്യൂ ട്രാൻസാക്ഷനെ അർത്ഥമാക്കുന്നതാണ് RTGS സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് ഫുള്ളായിട്ട് എഴുതുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ വേർഡ്സ് എഴുതാറുള്ളവർക്ക് ഓൺ വേർഡ്സ് എഴുതാം കേട്ടോ. ദ മിനിമം എമൗണ്ട് ടു റിമൈൻ ത്രൂ RTGS ₹2 lakh. മിനിമം 2 ലക്ഷം രൂപയെങ്കിലും RTGSലൂടെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ റിലേഷൻ വിത്ത് ദ മാക്സിമം എമൗണ്ട് ടു ബി. മാക്സിമം എമൗണ്ടിന് ഒരു റെസിസ്റ്റൻസും ഇല്ല, എത്ര രൂപ വേണമെങ്കിലും അയക്കാം. എന്നാൽ മിനിമം 2 ലക്ഷം രൂപയെങ്കിലും കൂടിയാണ് ഇത് അയക്കാൻ പറ്റുള്ളൂ. നാലാമത്തെ പോയിന്റ്, RTGS does not require core banking facility among the participating banking. RTGSന് നോട്ട് റിക്വയർഡ് കോർ ബാങ്കിങ് ഫെസിലിറ്റി ആവശ്യമില്ല ഒരു പർട്ടിക്കുലർ ബാങ്കിന് ഫണ്ട് അയക്കാൻ. അഞ്ചാമത്തെ പോയിന്റ്, ബാങ്ക് റിസീവ് എ മെസ്സേജ് ഫ്രം RBI ദാറ്റ് മണി റെവന്യൂ ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് ദ റിസീവിംഗ് ബാങ്ക്. നമ്മൾ അയക്കുന്ന ബാങ്ക് RBIക്ക് ഒരു മെസ്സേജ് അയക്കും. ഈ പൈസ അത് അയക്കേണ്ട ബാങ്കിലേക്ക് അത് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ആറാമത്തെ പോയിന്റ്, RTGS സർവേ വിൻഡോസ് ഫോർ കസ്റ്റമേഴ്സ് ട്രാൻസാക്ഷൻ ഇസ് ഏബിൾ 9 hours to 16 hours ഓൺ എ വീക്ക് ഡേ. 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വീക്ക് ഡേ ഉള്ളത്. അല്ലാത്ത സമയത്ത് 9 മണി മുതൽ 12 മണി വരെ ശനിയാഴ്ച ഉണ്ടാവും. അപ്പം വർക്കിംഗ് ഡേയ്സിൽ 9 മണി തൊട്ട് 4 മണി വരെയും അല്ലാത്ത സാറ്റർഡേ ദിവസങ്ങൾ 9 തൊട്ട് 12 വരെ ആയിരിക്കും ഇതിൻ്റെ സർവീസ് കസ്റ്റമേഴ്സിന് സേവനം ലഭ്യമായി നിൽക്കുന്നത്. ഫോർ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ദ സർവർ വിൻഡോസ് ഈസ് ഏബിൾ ഫ്രം 9 hours to 17:30 hours. 9 മണി മുതൽ 5:30 വരെ ആയിരിക്കും നമ്മൾ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ സർവീസിൽ ഉള്ളത്. എന്നാൽ RTGS സർവീസ് സിസ്റ്റത്തിലായെങ്കിൽ 9 തൊട്ട് 4 വരെയും ഇവിടെ 9 തൊട്ട് 5:30 വരെ ആയിരിക്കും. എന്നാൽ ശനിയാഴ്ച 9 മുതൽ നമുക്ക് 2 മണി ആയിരിക്കും ഉള്ളൂ. അപ്പം അത് ഓർത്തിരുന്നോണം പോയിന്റ്സ്. ഇപ്പോൾ ഈ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലാണ് ടൈം കൂടുതൽ കിട്ടുന്നത്. RTGS അത്ര ടൈം കിട്ടുന്നതല്ല. RBI ഹാസ് വേവ്ഡ് ഡിസ്പോസിഷൻ ചാർജസ് for all electronic payment points till 31st March 2009. However, the representing bank are given since to leave service charges. സർവീസ് ചാർജ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. RBI പൊസിഷൻ ചാർജ് ഓൾ ട്രാൻസാക്ഷൻ 31 മാർച്ച് 2009 വരെ ഇലക്ട്രോണിക് പേയ്മെന്റിനും ചാർജസ് ഉണ്ടായിരുന്നു. അവർ ദ റെസ്പെക്റ്റീവ് ബാങ്ക്സ് ആർ ഗീവൺ ഡിസ്ക്രിപ്ഷൻ ടു ലീവ് സർവീസ് ചാർജസ്. പൈസ അതിൻ്റെ അകത്ത് ആവശ്യമില്ല. പിന്നെ നമുക്ക് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്താ നോക്കാം അല്ലേ, NEFT. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ പോയിന്റ് നമുക്ക് ബാക്കിയുള്ള വ്യൂവേഴ്സിനും കൂടി ഉചിതമാവുമല്ലോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഉത്തരം നമ്മുടെ ഈ മൊഡ്യൂൾ തീരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ അടുത്തത് നമ്മുടെ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ NEFT. NEFT ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഒക്ടോബർ 2005. അപ്പോൾ എന്നാണ് NEFT അല്ലെങ്കിൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ഇൻട്രൊഡ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? October 2005. Is a national-wide electronic payment system that uses a secure mode of transfer fund from one bank branch to another bank branches. ഈ പോയിന്റ് ഇടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് NEFTയുടെ കാര്യങ്ങൾ ഈ വരച്ച ലൈൻസ് അല്ല, അത് നിങ്ങൾ ജസ്റ്റ് അത് ഫുൾ വായിക്കുക. ഫുൾ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഓൺ വേർഡ്സിൽ ഉത്തരവാദം കിട്ടും. അപ്പോൾ അത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള തന്നെ സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വരച്ചു വിടുന്നു. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങൾ ഞാൻ വരച്ചു വിടുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്നോ രണ്ടോ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. അടുത്ത NEFT uses the public key PKI technology to ensure the end-to-end security and rights on the Indian financial network to grant the bank branches for electronic fund transfer. ഇപ്പോൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി NEFT യൂസ് ചെയ്യുന്ന PKI ടെക്നോളജിയാണ് എൻഡ് ടു എൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് കേട്ടോ. പിന്നെ അടുത്ത ഫോർ ബീയിങ് പാർട്സ് ഓഫ് NEFT ഫണ്ട് ട്രാൻസ്ഫർ നെറ്റ്വർക്ക് എ ബാങ്ക് ഹാസ് ടു NEFT എനേബിൾ. ഇത് അയക്കാൻ വേണ്ടി ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി എന്തായിരിക്കണം? ബ്രാഞ്ചസിൽ NEFTയുടെ എനേബിൾ ആയിരിക്കണം. ഇതിന് ഒരു ലിമിറ്റും ഇല്ല, മിനിമം ഇല്ല, മാക്സിമം ഇല്ല. എത്ര എമൗണ്ട് വേണമെങ്കിലും അയക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എത്ര കുറവ് എമൗണ്ട് അയക്കാം, എത്ര കൂടുതൽ എമൗണ്ട് വേണമെങ്കിലും അയക്കാം NEFT ഉപയോഗിച്ച്. ദ ഫണ്ട് ടേക്ക് പേസ് ഇൻ അവേഴ്സ് ബ്രാഞ്ച്. നമ്മൾ മണിക്കൂറായിട്ട് തിരിച്ചായിരിക്കും നമ്മൾ പൈസ അയക്കുന്നത്. ദർ ആർ 11 സെഗ്മെന്റ്, 11 ഇതുണ്ട്. 9 മണി തൊട്ട് 7 മണി വരെയാണ് നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ. അത് എന്ന് വെച്ചാൽ 9 മണി തൊട്ട് 7 മണി വരെ നമുക്ക് 11 തവണ അല്ലെങ്കിൽ സാധാ ദിവസങ്ങളിൽ 11 സെറ്റിൽമെൻറ്റെങ്കിലും നടക്കും. എന്നാൽ സാറ്റർഡേ ദിവസങ്ങളിൽ 5 സെറ്റിൽമെൻ്റ് ആയിരിക്കും നടക്കുകയുള്ളൂ. എപ്പോൾ മുതൽ 9 മണി തൊട്ട് 1 മണി വരെ. അതുപോലെ ഈ NEFT സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദ ഇന്ത്യൻ റുപ്പീസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കുലർ ബാങ്ക് ബ്രാഞ്ചസ് ഇൻ ദ കൺട്രി. ആ NEFT യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ മണീനെ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീനെ ഒരു ബിറ്റ്വീൻ പാർട്ടിക്കുലർ ബാങ്ക് ബ്രാഞ്ചസിന് ആ കൺട്രിയിലുള്ള എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അയക്കാൻ വേണ്ടി ആയിരിക്കും. ഇൻഡിവിജ്വലി ഫാംസ് ഓർ കോർഡിനേറ്റ്സ് മെയിനിൽ അക്കൗണ്ട് വിത്ത് ബാങ്ക് ബ്രാഞ്ചസ് ക്യാൻ ട്രാൻസ്ഫർ ഫണ്ട് യൂസിങ് NEFT. ഇൻഡിവിജ്വൽസിന്, ഫാംസിന്, കോർപ്പറേറ്റിനൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ NEFT മൂലം സാധ്യമാണ്. ദോസ് ഹു ഡു നോട്ട് ഹാവ് എ ബാങ്ക് അക്കൗണ്ട്, വാക്കിംഗ് കസ്റ്റമേഴ്സ് can also deposit cash at NEFT enabled branches with insurance to transfer fund using NEFT. ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പോലും NEFT ഉപയോഗിച്ച് പണത്തെ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധ്യമാവും എന്നാണ് പറയുന്നത്. സച്ച് കസ്റ്റമേഴ്സ് ഹാവ് ടു ഫർണിഷ് ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് കംപ്ലീറ്റ് അഡ്രസ്, ടെലിഫോൺ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഹാജരാക്കണം. അതുപോലെ ടെലിഫോൺ നമ്പർ ഹാജരാക്കണം. അങ്ങനെയുള്ള തുടങ്ങിയ രേഖകളൊക്കെ ഹാജരാക്കേണ്ടതാണ്. ബട്ട് ഇറ്റ്സ് നെസസറി ഫോർ ദ ബെനിഫിഷ്യറി ടു ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് ദ ഡിസൈൻ ബാങ്ക് ഇൻ കൺട്രി. പക്ഷേ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതാണ് ഏറ്റവും ഉചിതം എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. സ്റ്റെപ്പായിട്ട് താഴെ പറയുന്നത്. മൊത്തം 5 സ്റ്റെപ്പാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. സ്റ്റെപ്പ് 1, an individual farm cooperative. ഒരു ഇൻഡിവിജ്വലോ ഫാമോ കോപ്പറേറ്റോ intend to originate transfer from a fund has to fill an application form for provide details. ആദ്യമേ NEFT മൂലം പണം അയക്കാൻ ഒരു ഇൻഡിവിജ്വലോ ഫാമോ കോപ്പറേറ്റീവ് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യമേ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും അത് വേണ്ടത്? നെയിം ഉണ്ടാവും, ബെനിഫിഷ്യറിയുടെ നെയിം ഓഫ് ദ ബാങ്ക് ബ്രാഞ്ച് ഉണ്ടാവും, വേറെ ബെനിഫിഷ്യറി അക്കൗണ്ട്. ഇപ്പം നമ്മൾ അയക്കേണ്ട ആൾക്ക്, ആ കിട്ടുന്ന ആൾക്ക് ആ പേരും ആ കിട്ടുന്ന ആളുടെ ബാങ്കിലെ അക്കൗണ്ടും പിന്നെ IFSC കോഡും വേണം. അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് നോക്കണം, അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. അല്ലെ IFSC ഓർ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഈസ് ആൻ 11-digit ആൽഫ ന്യൂമറിക് കോഡ്. IFSC കോഡ് എന്ന് പറയുമ്പോൾ ഒരു 11 ആൽഫ ന്യൂമറിക് കോഡായിരിക്കും. അക്ഷരങ്ങളും നമ്പറും ഉൾപ്പെട്ടതായിരിക്കും. നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്ക് എടുത്ത് നോക്കുകയായി നമുക്ക് മനസ്സിലായി അതിൽ IFSC കോഡുണ്ട്. അതിൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സും
നമ്പേഴ്സും ഒക്കെ അതിലുണ്ടാവും കേട്ടോ. 11 അക്ഷരങ്ങളായിരിക്കും, 11 അക്ഷരങ്ങളും നമ്പറും കൂടെ ഉള്ളത് കേട്ടോ. യൂണിയൻ ഐഡന്റിഫൈ ബാങ്ക് ബ്രാഞ്ച്. അപ്പം അത് എന്താ IFSC കോഡ് സഹായമാകും. എന്താണെന്ന് വെച്ചാൽ അത് ഏത് ബാങ്കാണ് എവിടെ ഉള്ളതാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധ്യമാവും എന്നാണ് പറയുന്നത്. ദ റിമൈൻ അതോറിറ്റി ഹിസ് ഓർ ഹെർ ബാങ്ക് ബ്രാഞ്ച് ടു ഡെബിറ്റ് ഈസ് അക്കൗണ്ട് ആൻഡ് റിമൈൻ ദ സ്പെസിഫൈ അക്കൗണ്ട് ടു ദ ബെനിഫിഷ്യറി. അക്കൗണ്ട് നിന്നും പണത്തെ മറ്റവരുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ സാധ്യമാണ്. കസ്റ്റമർ എൻജോയ് ദ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഓഫർ ബൈ ദ ബാങ്ക് ആൻഡ് ഫണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഓൺലൈൻ വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ റിക്വസ്റ്റ് അയക്കാം. സം ബാങ്ക് ഓഫർ NEFT ഫെസിലിറ്റി. ചില ബാങ്ക് NEFT ഫെസിലിറ്റി ചെയ്യാനുണ്ട്. ഈവൻ ത്രൂ ദ ATM കൂടി സേവനം നൽകുന്ന ചില ബാങ്കുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ദ ഒറിജിനേറ്റ് ബാങ്ക് ബ്രാഞ്ച് പ്രിപ്പയർ എ മെസ്സേജ്. ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് മെസ്സേജ് ടു ദ പൂളിംഗ് സെന്ററിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും. ഓൾസോ കോർഡിനേറ്റ് സർവീസ് സെന്ററിലേക്ക് ഈ ബാങ്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ പൂളിംഗ് സെന്റർ ഫോർവേഡ് ദ മെസ്സേജ് ടു NEFT ക്ലിയറിംഗ് സെന്റർ. പോളിംഗ് സെന്റർ എങ്ങോട്ട് അയക്കും? NEFT ക്ലിയറിംഗ് സെന്ററിലേക്ക് മെസ്സേജ് അയക്കും. ഓപ്പറേറ്റഡ് ബൈ ദ നാഷണൽ ക്ലിയറിംഗ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ. അങ്ങോട്ട് അയക്കും. നെക്സ്റ്റ് ബ്രാഞ്ച് അടുത്ത ബാച്ചിലേക്ക് അയക്കും. അടുത്ത ഏതാണ് കിട്ടുന്ന ബാച്ച് ആ ബാച്ചിലേക്ക് അയക്കും. ബാച്ച് അല്ല ബ്രാച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ 11 ബാച്ച് അല്ലെങ്കിൽ 5 സെറ്റിൽമെന്റ് അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏത് ഇതിലാണ് കിട്ടുന്നത്, ഏത് ടൈമിംഗ് ആണ് കിട്ടുന്നത്, ആ കറക്റ്റ് ടൈമിങ്ങിന് നമ്മളത് ഹാജരാക്കണം. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ക്ലിയറിംഗ് സെന്റർ ഷോർട്ട് ദ ഫണ്ട് ട്രാൻസ്ഫർ ഡിസ്റ്റൻസ് ബാങ്ക് വൈസ് ആൻഡ് പ്രിപ്പയർ അക്കൗണ്ടിംഗ് ടു റിസീവ് ഫണ്ട് ഫ്രം ഡെബിറ്റ് ദ ഒറിജിനേറ്റ് ബാങ്ക് ആൻഡ് ഗീവിംഗ് ദ ഫണ്ട് ടു ക്രെഡിറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ബാങ്ക്. അപ്പോൾ അവർ ക്ലിയറിംഗ് സെൻറ്റർ ആ പണത്തെ കറക്റ്റായിട്ട് അയക്കാനുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നടത്തും എന്നാണ് പറയുന്നത്. എൻട്രി ഒക്കെ നടത്തും. ദർ ആഫ്റ്റർ ബാങ്ക് ബൈസ് റിമൈൻസ് മെസ്സേജ് ആർ ഫോർവേഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ബാങ്ക് ത്രൂ ദെയർ പോളിംഗ് സെൻറ്റർ വഴി ഈ കിട്ടേണ്ട ബാങ്ക് അല്ലെങ്കിൽ അക്കൗണ്ട് ആരുടെ അക്കൗണ്ടിലേക്കാണ് പണം കിട്ടേണ്ടത് ആ അക്കൗണ്ട് ഉള്ള ബാങ്കിലേക്ക് മെസ്സേജ് ചെല്ലും. എവിടെ നിന്നാ? NEFT സർവീസ് സെന്ററിൽ നിന്നും അല്ലേ? അതെ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ബാങ്ക് റിവൈസ് ഇൻവെസ്റ്റ് മെസ്സേജ് ഫോർ ദ കേസ് പാസ് ഓൺ ക്രെഡിറ്റ് പെൻഷൻ അക്കൗണ്ട് RBI. ഓക്കെ. അത് കഴിഞ്ഞ് കിട്ടിയ ശേഷം ഈ കിട്ടിയ ബാങ്ക് തിരിച്ചൊരു മെസ്സേജും അയക്കുമെന്നാണ് പറയുന്നത്. കണ്ടോ? പക്ഷെ ബാങ്ക് മെസ്സേജ് റിസീവ് ചെയ്യും. എന്നിട്ട് ഫ്രം ദ ക്ലീനിങ് സെന്ററിൽ നിന്ന് കിട്ടിയ മെസ്സേജ് അൺമിറ്റ് ചെയ്യും. എന്നിട്ട് പാസ് ഓൺ ദ ക്രെഡിറ്റ് ടു ദ ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി NEFTയും RTGSും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം അല്ലേ? NEFT ഫണ്ട് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഓൺ എ DNS അല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ് സെറ്റിൽമെന്റ് ബേസസ് വിച്ച് സെറ്റിൽമെന്റ് ട്രാൻസാക്ഷൻ ഇൻ ബാച്ചസ്. NEFTയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അയക്കുന്നത് ഒരു സെറ്റിൽമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇത്ര സെറ്റിൽമെന്റ് അടിസ്ഥാനത്തിലായിരിക്കും അയക്കാം. എന്നിട്ട് RTGSന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് അവർ ഉണ്ട് അവർക്ക്. ആ ബിസിനസ് അവറിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അയക്കാം. ഇവർക്ക് പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. ഇവർക്ക് ആ ലിമിറ്റിൽ ഈ ബിസിനസ് അവറിൽ എപ്പോൾ ചെന്നാലും ആ ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് കിട്ടും. എന്നാൽ NEFT ആണെങ്കിൽ ആ സെറ്റിൽമെന്റ് അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്ക് ആ നിശ്ചയിച്ച സമയത്ത് മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ECS എന്താ നോക്കാം. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. ഇതും ഓൺ വേർഡ്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തുക അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇതിലുള്ള പോയിന്റ്സ് തന്നെ എഴുതുക കേട്ടോ. ഓൺ വേർഡ്സ് എഴുതാൻ നിങ്ങൾക്ക് ഓൺ വേർഡ്സ് എഴുതാം. ECSനെ കുറിച്ചല്ലോ. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ ബാങ്ക് അക്കൗണ്ട് ത്രൂ ദ ക്ലിയറിംഗ് ഹൗസ് ഓഫ് RBI. ECS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണെന്ന് പറയുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണത്തെ അയക്കാൻ സഹായിക്കുന്നു. എങ്ങനെ? ഏത് വഴി? ക്ലിയറിംഗ് ഹൗസ്, RBIയുടെ ക്ലിയറിംഗ് ഹൗസ് വഴി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ സഹായമാവുന്നതാണ് പറയുന്നത്. ദിസ് ഈസ് നോർമലി ഫോർ ബൾക്ക് ട്രാൻസ്ഫർ ഫ്രം വൺ അക്കൗണ്ട് ടു മെനി അക്കൗണ്ട് ടു ഓർ വൈസ് വേർ ഇൻ ദ ഫോം ഓഫ് ECS ക്രെഡിറ്റ് ആൻഡ് ECS ഡെബിറ്റ്. ഇത് നോർമലായിട്ട് ബൾക്ക് അല്ലെ എത്ര എമൗണ്ട് വേണം അയക്കാം ഒരു ബാങ്കിൽ നിന്ന് മറ്റേ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ഒത്തിരി അക്കൗണ്ടിൽ നിന്ന് ഓരോ ബാങ്കിലേക്കും അയക്കാം എന്നാണ് പറയുന്നത്. ഇനി ECS ക്രെഡിറ്റ് എന്താന്ന് നോക്കാം കേട്ടോ. നമ്മളിവിടെ പഠിച്ചില്ല ECS ക്രെഡിറ്റ് ആൻഡ് ECS ഡെബിറ്റിന്. അതെന്താണ് ഇവിടെ നോക്കാം. ഈസ് യൂസ്ഡ് വെൻ ദ ഇൻഷുറൻസ് ഈസ് റിക്വയർഡ് ടു മേക്ക് ബൾക്ക് ഓർ repetitive payment in the form of divide to shareholders, interest to investors, salary, pension, employees.
സെൻറ്റൻസ് ഓർത്തുന്നതാണ് കേട്ടോ. ഇതിനെ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൾക്കോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പേയ്മെൻറ്റ് ഏത് വരിയാണ് ഡിവൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആരെ പെൻഷൻ എംപ്ലോയീസ് അങ്ങനെ ആയിരിക്കും. ദ ഇൻഷുറൻസ് ക്യാൻ ഇൻസ്റ്റേറ്റ് ദ ട്രാൻസാക്ഷൻ ആഫ്റ്റർ രജിസ്റ്ററിങ് ദംസെൽഫ് വിത്ത് ആൻ അപ്രൂവ്ഡ് ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിൽ അപ്രൂവ്ഡ് ക്ലിയറിംഗ് ഹൗസിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ECS users have to prepare a list of beneficiaries to whom the payment are to be made and hand over to one of the approved clearing house. ഒരു അപ്രൂവ്ഡ് ക്ലിയറിംഗ് ഹൗസിലേക്ക് തിരിച്ചയക്കുന്ന അതുപോലെ തന്നെ പേയ്മെൻറ്റ് അയക്കുന്ന ബെനിഫിഷ്യറിയുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദ ക്ലിയറിംഗ് ഹൗസ് മേക്ക് എ സിംഗിൾ ഡെബിറ്റ് ടു ദ അക്കൗണ്ട് ഓഫ് ECS users through account bank and credit the beneficiary for making on credit account of the individual beneficiary. There is no value limit in the transaction. ഇതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല. മിനിമം ലിമിറ്റും ഇല്ല, മാക്സിമം ലിമിറ്റും ഇല്ല. എത്ര മാത്രം എമൗണ്ട് വേണം, എത്ര കുറവ് എമൗണ്ട്, എത്ര മാത്രം എമൗണ്ട് വേണം ഇതിൽ കൂടെ അയക്കാം എന്നാണ് പറയുന്നത്. ഇനി ECS ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പോയിന്റ് ഓർത്തിരിക്കണം. ഈസ് യൂസ്ഡ് വെൻ ആൻ ഇൻഷുറൻസ് ഈസ് റിക്വയർഡ് ടു റിക്കവർ എമൗണ്ട്. പൈസ തിരിച്ചെടുക്കുവാൻ സഹായമാവുന്നതാണ്. ബൈ റേസിംഗ് എ ഡെബിറ്റ് അറ്റ് എ prescribed frequency from many customers in form of telephone, electricity charges, house tax, VAT tax, loan, stamp അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ECS ഡെബിറ്റ് എന്ന് പറയുന്നത്. മറ്റ് സാലറി, പെൻഷൻ ഓഫ് എംപ്ലോയി, അതുപോലെ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ അങ്ങനെയാണ് ECS ക്രെഡിറ്റ്. ഇത് എന്താണ് ഹൗസ് ടാക്സ്, VAT ടാക്സ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ECS users have to cut and others with a called ECS manual for raising such debit. ECS മാനുവേറ്റ് ആണ് ഇങ്ങനെയുള്ള എമൗണ്ട് എന്താ കളക്ട് ചെയ്യാണ്ട് സഹായമാവുന്ന ECSന്. ECS users has to submit the data in special form that is clearing house. സ്പോൺസർ ബാങ്ക് ക്ലിയറിംഗ് ഹൗസിലേക്ക് ഒരു പ്രത്യേക ഫോം അയക്കേണ്ടതുണ്ട്. ദ ക്ലിയറിംഗ് ഹൗസ് വുഡ് പാസസ് ഓൺ ദ ഡെബിറ്റ് ടു ഡിസ്റ്റൻസ് അക്കൗണ്ട്. ഡിസ്റ്റൻസ് അക്കൗണ്ടിലേക്ക് ക്ലിയറിംഗ് ഹൗസ് ഒരു ഡെബിറ്റ് പാസ് ചെയ്യും. ക്ലിയറിംഗ് ഹൗസ് ആൻഡ് സ്പോൺസർ ആ പൈസ മറ്റേ അക്കൗണ്ടിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി. അപ്പം നമുക്ക് വിദേശത്തിന് നമ്മളുടെ ഇങ്ങോട്ടൊക്കെ പണം അയക്കണമെങ്കിൽ സ്വിഫ്റ്റ് കോഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് കോഡിന് ഫുൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സ്വിഫ്റ്റ് കേട്ടോ. ഇത് നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതുക. ഓൺ വേർഡ്സ് എഴുതിയിട്ട് ഓൺ വേർഡ്സിൽ എഴുതാം. ഇത് ഞാൻ നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാവുന്ന കാര്യങ്ങളാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. സ്വിഫ്റ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് was found in Brussels in 1973 to establish some common procedures standard for the financial transaction. അപ്പോൾ ഇയറും ഈ സ്ഥലമൊക്കെ ഓർത്തിരിക്കണം. It is a messaging network that financial engineers use to secure transaction information through a security. ഒരു കോഡാണത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്വിഫ്റ്റ് കോഡാണ്. ഇത് അസംബിൾ ചെയ്തേക്കുന്ന 8 ക്യാരക്ടറും അല്ലെങ്കിൽ 11 ക്യാരക്ടർ ആയിരിക്കും സ്വിഫ്റ്റ് കോഡിൽ ഉണ്ടാവുന്നത്. ഈ സ്വിഫ്റ്റ് ദ കോഡ് ഈസ് കോഡ് ഇന്റർചാർജബിളി ദ ബാങ്ക് ഐഡന്റിഫൈ കോഡ്, BIC, സ്വിഫ്റ്റ് കോഡ്, സ്വിഫ്റ്റ് ID ഇങ്ങനെ തുടങ്ങിയ പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. എക്സാമ്പിളിന് സ്വിഫ്റ്റ് കോഡ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെക്നോ പാർക്ക് തിരുവനന്തപുരം ബ്രാഞ്ചിന് കേരള സ്റ്റേറ്റ്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെക്നോ പാർക്കിലെ തിരുവനന്തപുരത്തെ ബ്രാഞ്ചിലെ ഉള്ള സ്വിഫ്റ്റ് കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI. ഇപ്പം ബാങ്കിൻ്റെ പേര് അറിയാൻ പറ്റും അല്ലേ. NINBB 565 എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. SBIN 4 ലെറ്റേഴ്സ് ബാങ്ക് കോഡാണത്. SBI സ്റ്റാൻഡ് ഫോർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് SBIN സൂചകമാവുന്നത്. ഇനി IN കണ്ടോ, SBIN കഴിഞ്ഞ് പിന്നെ ഒരു IN അല്ലേ. ആ IN 2 ലെറ്റേഴ്സാണ്. കൺട്രി കോഡ് ഇന്ത്യ ആണ് കാണിക്കാൻ വേണ്ടിയാണ് അത്. അടുത്തത് BB 2 ലെറ്റർ BB കണ്ടോ, അത് ലൊക്കേഷൻ കോഡ് കേരളമാണ് കാണിക്കാനാണ് BB. കേരളത്തിൻ്റെ കോഡാണ് BB. ഇനി 565 3 ഡിജിറ്റ്
ബാഞ്ച് കോഡ് ഏത് ബാഞ്ചാണ് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ബാഞ്ചിന് കാണിക്കുന്നതാണ് 565 എന്ന് പറയുന്നത്. ഇതാണ് സ്വിഫ്റ്റ് കോഡ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെക്നോ പാർക്ക് തിരുവനന്തപുരം. അപ്പോൾ സ്വിഫ്റ്റ് കോഡ് ജസ്റ്റ് ബാങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാ ബാങ്കുകളിലും ഇല്ല സ്വിഫ്റ്റ് കോഡ്. ഉള്ള ബാങ്കിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും കേട്ടോ. ഇനി എന്തൊക്കെയാണ് സ്വിഫ്റ്റ് കോഡിൻ്റെ ഫീച്ചേഴ്സ്, സ്വിഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് സ്വിഫ്റ്റ് അല്ലേ. അപ്പോൾ സ്വിഫ്റ്റ് ട്രാൻസ്ഫർ ഈസ് എ ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ സെൻഡ് ബൈ ദി സ്വിഫ്റ്റ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നെറ്റ്വർക്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് എ സെക്യൂർ നെറ്റ്വർക്ക് ദാറ്റ് അലൗ മോർ ദാൻ 10,000 financial institutions in 212 different countries to send and receive amount finance transfer to each other. ഇത് സ്വിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, സെക്യൂർ നെറ്റ്വർക്ക് ആണ്. മോർ ദാൻ 10,000 മുകളിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടും 212 ഡിഫറെൻറ്റ് കൺട്രീസിൽ കൂടെ നമുക്ക് പൈസ അയക്കാനും എടുക്കാനും അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്വിഫ്റ്റ് കോഡ് വഴി. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. മജോറിറ്റി ഓഫ് സ്വിഫ്റ്റ് മെമ്പേഴ്സ് ആർ ബാങ്ക് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ബൈ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണി ആൻഡ് സെക്യൂരിറ്റി ബ്രോക്കേഴ്സ് ക്ലിയറിംഗ് സിസ്റ്റം ആൻഡ് ഇൻവെസ്റ്റ് മാനേജ്. മജോറിറ്റി ഓഫ് സ്വിഫ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ബാങ്ക് തന്നെയാണ്. പക്ഷേ ചിലതിലെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ മണി ആൻഡ് സെക്യൂരിറ്റി ബ്രോക്കേഴ്സ് ക്ലിയറിംഗ് സിസ്റ്റം ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ഇവരൊക്കെ സ്വിഫ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ആൻഡ് യു മസ്റ്റ് ഓർഡർ എ ബാങ്കിങ് ലൈസൻസ് ടു ബിക്കം എ മെമ്പർ ഓഫ് സ്വിഫ്റ്റ്. ഒരു ബാങ്കിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വിഫ്റ്റിലെ മെമ്പർ ആവാൻ സാധ്യമാകുകയുള്ളൂ. അഞ്ചാമത്തത്, ദ സ്വിഫ്റ്റ് നെറ്റ്വർക്ക് ഡസ് നോട്ട് ആക്ച്വലി ട്രാൻസ്ഫർ ഫണ്ട് ബട്ട് ഇറ്റ് ഈസ് സെൻഡ് പേയ്മെന്റ് ഓർഡേഴ്സ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എമൗണ്ട് അക്കൗണ്ട് യൂസിങ് സ്വിഫ്റ്റ് കോഡ്. സ്വിഫ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായി പൈസ അയക്കാനുള്ളതല്ല, അതിനൊരു പേയ്മെന്റ് ഓർഡർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ഥാപനവും അക്കൗണ്ടുമായിട്ട് ഉള്ളതെന്നാണ് പറയുന്നത്. സ്വിഫ്റ്റ് കോഡ് മൂലം ഞാൻ പറഞ്ഞല്ലോ, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡ് അല്ലാതെ നേരത്തെ പറഞ്ഞു, സ്വിഫ്റ്റ് ഒരു കോഡാണ് ഞാനത്തെ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. അത് മണി അയക്കണം എന്നൊരു ഓർഡർ നൽകാൻ വേണ്ടി അല്ലെങ്കിൽ എന്ന സ്ഥലത്തേക്കാണ് അയക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് അത് സഹായമാവുന്നത്. ആറാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ദ സ്വിഫ്റ്റ് ദാറ്റ് സ്റ്റാൻഡേർഡ് വിൽ IBAN ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ and a BIC bank identity code. BIC identify a bank and send a payment securely. സ്വിഫ്റ്റ് സ്റ്റാൻഡേർഡ് IBAN BIC ആണ്. അതിൽ BIC ആണ് ആ ബാങ്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്നിട്ട് പേയ്മെന്റ് സെക്യൂർ ആയിട്ട് അയക്കുന്നതും. ഇപ്പൊ മനസ്സിലായല്ലോ ഫീച്ചേഴ്സ്. ഈ 6 ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. നമുക്ക് ഫീച്ചേഴ്സ് ഓൺ വേഡ് ചെയ്താൽ ഇതിലുള്ള പോയിന്റ്സ് അനുസരിച്ച് ചെയ്യാനൊക്കെ ഇതിൽ ചെയ്താൽ ഷോർട്ടായിട്ട് നല്ല ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് എഴുതാൻ അറിയണമെങ്കിൽ അങ്ങനെ ചെയ്താൽ. ഇതിനെക്കുറിച്ച് സ്വിഫ്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഓൺ വേർഡ്സ് ചെയ്താൽ, ടെസ്റ്റിലോ ഡിഫൈൻ ചെയ്യാൻ അറിയണമെങ്കിൽ ടെസ്റ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ചെയ്താൽ, അല്ലെ പോയിന്റ്സ് വൈസ് ആയിട്ട് നല്ല ഷാർപ്പ് പോയിന്റ്സ് ആയിരിക്കണം. നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ ഗുഡ് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പാരഗ്രാഫായിട്ട് തന്നെ എഴുതായിരിക്കും നല്ലത് കേട്ടോ. ഇനി കോർ ബാങ്കിങ് നോക്കാം. കോർ ബാങ്കിങ്ങിന്റെ ഫുൾ നെയിം എന്താണ്? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ് എന്നാണ് കോർ ബാങ്കിങ്ങിന്റെ ഫുൾ നെയിം പറയുന്നത്. ഈ ടൈം ഡിസ്ക്രൈബ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ സേവനം നൽകുന്നത് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് ബ്രാഞ്ചസിനാണ് ഇതിന്റെ ഒരു സഹായം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. പ്രൊവൈഡ് ബൈ എ നെറ്റ്വർക്ക് ബ്രാഞ്ചസ് മൂലമാണ് ഇതിന്റെ സേവനം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Core banking enables the customers to enable banking service from any bank to bank of a bank irrespective of where the customers manage their accounts. കോർ ബാങ്ക് മൂലം എനേബിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ടു ദ ഏത് ബാങ്കിങ് സർവീസിലും ഏത് ബ്രാഞ്ചിൽ നിന്നും ഒരു ആയിട്ട് ഒരു സേവനം അയക്കാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കോർ ബാങ്കിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് convenient, efficient, high quality banking service to the customers എന്നാണ് പറയുന്നത്. Under core banking system, customers is treated as the bank
കസ്റ്റമേഴ്സ്. കോർ ബാങ്കിന്റെ അടിയിൽ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ബാങ്ക്സിന്റെ കസ്റ്റമർ ആയിട്ടാണ്. നോട്ട് ദ കസ്റ്റമർ ഓഫ് എ പർട്ടിക്കുലർ ബാങ്ക്. ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ കസ്റ്റമർ ആയിട്ടല്ല കരുതുന്നത്, ആ ബാങ്കിന്റെ തന്നെ കസ്റ്റമർ ആയിട്ടാണ് കരുതുന്നത്. All the branches of the bank are interconnected. എല്ലാ branches of ബാങ്കും interconnected ആണ്. And the information stored centralized from the access by the all banks. ഏതൊരു ബ്രാഞ്ചസിന്റെയും ഒരു ബാങ്കിന്റെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഏത് ബ്രാഞ്ചസിൽ കിടക്കുന്ന അക്കൗണ്ട് ആയാലും ഏത് ബ്രാഞ്ചസിൽ നിന്നും അല്ലെങ്കിൽ ആ ബാങ്കിൽ നിന്നും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ സെൻട്രലൈസ് സർവീസ് അല്ലെങ്കിൽ സെർവറിലാണ് അതിന്റെ ഓരോ അക്കൗണ്ടും സേവ് ചെയ്തിട്ടേക്കണേ. കസ്റ്റമേഴ്സ് ഓഫ് എ കോർ ബാങ്കിങ് ബ്രാഞ്ചസ് ക്യാൻ അവൈലബിൾ വേരിയസ് ബാങ്കിങ് സർവീസ്. കസ്റ്റമേഴ്സിന് കോർ ബാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തരം സർവീസ് ലഭ്യമാവുന്നുണ്ട്. കോർ ബാങ്ക് ലൊക്കേറ്റഡ് എനിവെയർ ഇൻ ദ വേൾഡ്. ലോകത്ത് എവിടെയായാലും സർവീസ് എന്തൊക്കെയാണ് താഴെ പറയുന്നത്. അപ്പം 7 പോയിന്റ്സ് ആണുള്ളത്. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം അല്ലേ. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാലോ, ഫോക്കസ്. ഓക്കെ. ടു മേക്ക് ബാലൻസ് എൻക്വയറി. അക്കൗണ്ടിൽ എത്രമാത്രം പണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സഹായമാണ്. വെരിഫൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എൻ്റർ ഇൻ ദ അക്കൗണ്ട് ഫ്രം എനി ബാച്ച്. ഏത് ബാങ്കിൽ നിന്നും ഡെബിറ്റും ക്രെഡിറ്റും വെരിഫൈ ചെയ്യാൻ സഹായമാണ്. ടു വിഡ്രോ ക്യാഷ്. സെക്കൻഡ് പോയിന്റ്, ടു വിഡ്രോ ക്യാഷ് ഫ്രം ദ അക്കൗണ്ട് ബൈ ടെൻഡറിങ് എ ചെക്ക്. ചെക്ക് മൂലം പണം വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ പിൻവലിക്കാൻ സഹായമാവുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, ടു ഡിപ്പോസിറ്റ് ചെക്ക് ഫോർ കാൽഷ്യൻ ഇൻ ടു ദ അക്കൗണ്ട്. അക്കൗണ്ടിലേക്ക് പണം അടിക്കാൻ ചെക്ക് വരെ അയക്കാൻ സഹായമാവുന്നുണ്ട്. നാലാമത്തെ പോയിന്റ്, ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ സഹായമുണ്ട് അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ടു ഡിപ്പോസിറ്റ് ചെക്ക് ഓർ ക്യാഷ് ഇൻ ടു ദ അക്കൗണ്ട് ഓഫ് സം അതർ പേഴ്സൺ ഹു ഹാസ് അക്കൗണ്ട് ഇൻ കോർ ബാങ്ക് ബ്രാഞ്ചസ്. മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ക്യാഷ് മൂലമോ ചെക്ക് മൂലമോ ഡിപ്പോസിറ്റ് ചെയ്യാൻ നിക്ഷേപിക്കാൻ സഹായമാവുന്നുണ്ട് കോർ ബാങ്കിങ് മൂലം. ടു ഒബ്റ്റെയിൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ സഹായമാവുന്നുണ്ട്. ആ ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ട്രാൻസ്ഫർ ഫണ്ട് ഫ്രം എ കസ്റ്റമർ അക്കൗണ്ട് ടു സം അതർ അക്കൗണ്ട്. ഫണ്ടിനെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് അയക്കാൻ സഹായമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പം നമുക്ക് ഈ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ലീഗൽ വാലിഡിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ചെക്ക് നോക്കാം കേട്ടോ. നമുക്ക് 30 മിനിറ്റ് അടുത്ത് വരാനാണ് ശ്രമിക്കുന്നത്. On the basis of the report of working conditions edited by the Dr. R.D. Burman, Executive Director of RBI. RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഡോക്ടർ R.D. ബുർമാൻ എന്ന് പറയുന്നത്. Executive Director of RBI. The Reserve Bank of India has introduced a new process called check transaction. RBI ആണ് ഒരു പുതിയ സർവീസ് അല്ലെ പുതിയൊരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ചെക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് ചെക്ക് ട്രാൻസാക്ഷൻ ഈസ് ടു അവോയ്ഡ് ഡിലേ ഇൻ ക്ലിയറിംഗ് ഓഫ് ചെക്ക്. ചെക്ക് ക്ലിയർ ചെയ്യുന്നതിന് ഡിലേ ഉണ്ടാവുന്ന കളയാൻ വേണ്ടിയാണ് ചെക്ക് ട്രാൻസാക്ഷൻ എന്ന ഒരു പ്രോസസ്സ് രൂപീകരിപ്പിച്ചത്. ടു ഫൈൽ ക്വിക്ക് സെറ്റിൽമെന്റ്, പെട്ടെന്നുള്ള സെറ്റിൽമെന്റ് സഹായമാവുന്നുണ്ട്. ദസ് ചെക്ക് ട്രാൻസാക്ഷൻ ഈസ് എ way to reduce the clearing cycle to provide faster clearance of local and intercity check, enable quicker payment and settlement system എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ട്രാൻസാക്ഷൻ മൂലം പെട്ടെന്ന് തന്നെ സേവനങ്ങൾ നടക്കുന്ന ലൊക്കാലിറ്റിയിൽ ചെക്ക് പെട്ടെന്ന് തന്നെ സിറ്റി മൂലം നമുക്ക് ക്വിക്ക് പേയ്മെന്റ് നടത്താൻ സഹായമാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കുക. എന്നാൽ ഓൺ വേർഡിൽ ഉത്തരം ഓൺ വേർഡിൽ അല്ലെങ്കിൽ ഈ പോയിന്റ്സ് ഫുള്ളായിട്ട് എഴുതാം കേട്ടോ, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇതിൻ്റെ പ്രോസസ്സും കൂടി നോക്കാം അല്ലേ. പ്രോസസ് ഓഫ് ചെക്ക് ട്രാൻസാക്ഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ്. അതും കൂടി പറഞ്ഞു കഴിയുമ്പോൾ തീരും. ഞാൻ ചെക്ക് ട്രാൻസാക്ഷൻ തീരുമ്പോൾ തീരാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ചേർക്കാം. 30 കുറച്ചുകൂടി കൂടി പോകായിരിക്കും. എന്നാലും അതും കൂടി തീർത്തിട്ട് പോയെങ്കിൽ നിങ്ങൾക്കൊരു കൺവീനിയൻറ്റ് കിട്ടും. ഫസ്റ്റ് പോയിന്റ്, ഓൺ ദ റെസിപ്റ്റ് ഓഫ് ചെക്ക് ബൈ എ കളക്ടിംഗ് ബാങ്കർ. ആദ്യമേ on the receipt of a check by a collecting bank. collecting bank ഒരു ചെക്ക് റെസീറ്റ് അല്ലെങ്കിൽ collecting bank is a bank who collects check drawn on another bank for and behalf his customer. കസ്റ്റമറുടെ സാന്നിധ്യത്തിലോ അല്ലാതെയോ നമുക്കൊരു ചെക്ക് കളക്ട് ചെയ്ത് നമുക്ക് പൈസ കളക്ട് ചെയ്യാൻ സഹായമാവുന്നുണ്ട്, അല്ലെങ്കിൽ ചെക്ക് കളക്ട് ചെയ്യാൻ സഹായമാവുന്നത്. The collecting bank keep the physical check in this
കസ്റ്റമർ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഓഫ് ദി കണ്ടന്റ് ഇൻ ജനറേറ്റ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്. ഡിജിറ്റലായിട്ട് ഇമേജ് പ്രോസസ്സ് നടത്തി ചെയ്യുന്ന കാര്യത്തിലാണ് ട്രാൻസാക്ഷൻ ചെക്ക് എന്ന് പറയുന്നത്. ദ ഡിജിറ്റൽ ഇമേജ് ഓഫ് ചെക്ക്, ഈ ഇമേജ് ചെക്കിൻ്റെ ഇമേജ് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മൾ ഇമേജ് എടുത്തല്ലോ, ആ ഇമേജ് ട്രാൻസ്ഫർ ബൈ ദ കളക്ട് ബാക്ക് ടു കെയറിംഗ് ഹൗസ്. കെയറിംഗ് ഹൗസിലേക്ക് അത് അയക്കും. എന്നിട്ട് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ കെയറിംഗ് ഹൗസ് വിൽ ബി ഡു ദ ഇമേജ് റോട്ടിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ടു സെൻഡ് ഇമേജ് ഫയൽസ് ടു ദ ചെക്ക് ആൻഡ് ഡ്രോയ് ബാങ്ക്. അപ്പം ഡ്രോയുടെ ബാങ്കിലേക്ക് ഈ പൈസ എന്താണ് കെയറിംഗ് ഹൗസസ് വിൽ ബി ടു ഡു ദ ഇമേജ് റോട്ടൈൻ ആൻഡ് പ്രോസസ് ടു ദ സെൻഡ് ഇമേജ് ഫയൽസ് ടു ചെക്ക് ഡ്രോയിങ് അക്കൗണ്ട്. ഡ്രോയുടെ അക്കൗണ്ടിലേക്ക് ചെക്കിൻ്റെ ഇമേജ് അയക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പം നാലാമത്തെ പോയിന്റ് ഡ്രോയി ബാങ്ക്സ് വിൽ ഫോളോ ഇമേജ് ബേസ്ഡ് ഇൻവോയ്സ് ആൻഡ് ഔട്ട് ബൈ റിട്ടേൺസ് ഇൻ വെരിഫൈ സിഗ്നേച്ചർ ഇമേജ് ഓഫ് ഡ്രോയർ ഓൾറെഡി ഹെൽഡ് ബൈ ദ ഫണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് ഡ്രോയറുടെ അക്കൗണ്ട് സിഗ്നേച്ചറൊക്കെ വെരിഫൈ ചെയ്ത ശേഷം ഡ്രോയുടെ അക്കൗണ്ടിലേക്ക് പണത്തെ ഇടാമെന്നാണ് പറയുന്നത്. റോക്കറ്റ് ഫസ്റ്റ് യൂണിക് ഐഡന്റിഫൈ ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രോസസ്സ് പറയുന്നത്. നിങ്ങൾ ഒന്നോടെ ജസ്റ്റ് രണ്ടുമൂന്നാണ് ആ പ്രോസസ്സ് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്ര ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 57 വരെ എത്തിയിട്ടുള്ളൂ മൊഡ്യൂൾ 2ൻ്റെ. 97 പേജ് ഉണ്ടായിരുന്നു തോന്നണേ നമ്മുടെ ചാപ്റ്റർ. 97ാമത്തെ പേജ് വരെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 40 പേജും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈം കൂടുതലെടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ ആക്കാതെ ടൈം കൂടുതലെടുക്കണമെന്ന് വെച്ചാൽ ഇടുന്ന വീഡിയോ ഇപ്പോൾ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു കണ്ടിന്യൂറ്റി ഒരു കുറച്ച് വീഡിയോസ് ആയിട്ട് വരാൻ വേണ്ടിയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.